അങ്ങനെ മാൻലിച്ചൻ സമ്മിറ്റ് നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പീക്കിലാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാലോ, നമ്മൾ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ 3ാമത്തെ ദിവസമാണിത്. നമ്മളൊരു ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോത്തബ്രണ്ണൻ വാലിയിൽ നിന്ന് വെങ്ങൻ എന്ന് പറയുന്ന കാർ ഫ്രീ വില്ലേജിൽ ട്രെയിനിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിൽ മാൻലിച്ചൻ എന്ന് പറയുന്ന ഒരു ഹൈ പോയിന്റിൽ വന്നേക്കാണ്. ടോപ്പ് ഓഫ് യൂറോപ്പിന്റെ തൊട്ട് താഴെയുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ മാൻലിച്ചൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകുന്നില്ല എന്ന് കരുതിയുകൊണ്ട് മാൻലിച്ചൻ സമ്മിറ്റിലേക്ക് നമ്മളൊരു റോയൽ വാക്ക് നടത്തിയിരിക്കുന്നു. ആ സമ്മിറ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇനി അടുത്ത പ്രശ്നം, നമുക്ക് ഇവിടെ നിന്ന് ഒരു പനോരമിക് ട്രയൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് പോകണമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി മഞ്ഞ് വീണിട്ട് അത് അടച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ബി പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേരാണ് റൊമാൻറ്റിക് ട്രയൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് കൂടുതൽ സമയം എടുക്കും. 7-8 കിലോമീറ്റർ ഉള്ളെങ്കിലും നമുക്ക് വൈകുന്നേരം വരെ സമയം എടുക്കുന്ന തോന്നുന്നത്. ഓൾറെഡി 11 മണിയായി. കാരണം അത് കുറച്ച് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ടൈപ്പാണ്. കൂടാതെ നമുക്ക് എൻഡിൽ നല്ല കയറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇത്രയൊക്കെ ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഇനി എന്തായാലും ചെയ്യാതെ പറ്റില്ല എന്ന് തോന്നണം. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ്. പനോരമിക് ട്രയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പേര് കേൾക്കും പോലെ തന്നെ ഇതിൻ്റെ മോൾ ഭാഗത്ത് കൂടെയാണ് മോസ്റ്റ് ഓഫ് ദ ആ വേ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ ക്ലിഫ് സൈഡ് ആ പനോരമിക് വ്യൂ കണ്ടുകൊണ്ട് അങ്ങ് വേഗം പോയാൽ മതി. മാത്രമല്ല അതിന് ഇറക്കം മാത്രമേ ഉള്ളൂ, കയറ്റം ഒട്ടുമില്ല. 2 മണിക്കൂർ കൊണ്ട് തീരുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നമുക്കിപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മൾ പെട്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ കൗണ്ടറിൽ നമ്മൾ പോയി ചോദിച്ചപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി റൊമാൻറ്റിക് വേ ആണ്. കാരണം പുള്ളി പറയുന്നത് ഏറ്റവും നല്ല മെഡോസും നല്ല ഭംഗിയുള്ള പൂക്കളും വഴികളും ഒക്കെ അവിടെയാണുള്ളത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാനാണ് പുള്ളി പറയുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്താ വെച്ചാൽ ഈഗർ പർവ്വതത്തിൻ്റെ ചുവട്ടിക്കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഈ പുള്ളീനെ കാണാമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ഞങ്ങളിവിടെ വന്നേക്കുന്നത് തന്നെ. അപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈഗർ പർവ്വതം കാണാനും ഈഗർ ട്രയലും ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഈഗറിനെ ഒന്ന് ചുറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വഴി തന്നെ എടുത്തേക്കാമെന്ന് കരുതി. കാരണം വൈകുന്നേരം വരെ ഇനി നമ്മൾ ഈ വഴിയാണ് എടുക്കുന്നതെങ്കിൽ പുള്ളിക്കാരനെ മുഖത്തോട് മുഖം നോക്കി വേണം പോകാനായിട്ട്. അതിപ്പോൾ ഒരു ഭാഗ്യമില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ വഴി തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് മറ്റേ റൊമാൻറ്റിക് വേ അല്ല, പനോറമിക് വേ അടച്ചിരിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. നമ്മുടെ കൂടെ 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് ഭയങ്കര ധൈര്യമായിട്ട് ആ വഴി ഇങ്ങ് പോയി. പക്ഷെ ഞങ്ങളപ്പം വിചാരിച്ചു പോണോ വേണ്ടയോ, കാരണം എന്താ പോവാൻ കാരണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2 പേര് നടന്ന് ഇങ്ങോട്ട് വന്നേക്കണുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ മറച്ചേക്ക് കണ്ടോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ കയറ് പോലെ സംഭവം കിടക്കുന്ന കണ്ടില്ലേ. പക്ഷെ അവിടെ നിന്ന് വന്നവർ പറഞ്ഞത് അത് കുഴപ്പമില്ല, ഒരു വലിയ ഐസ് കട്ട വീണ് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ആ വഴിയിൽ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങി ഒന്ന് വളഞ്ഞ് കുത്തി ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുട്ടികളുണ്ടായിരുന്നുകൊണ്ടും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർ പറയില്ലേ, പിന്നെ നിങ്ങൾ ആ വഴി പോകരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാ പോയതെന്ന്. അതുകൊണ്ട് ഞങ്ങളത് പോയില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജാപ്പനീസ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർ നല്ല ഹാപ്പി ആയിട്ട് കൈയും പിടിച്ച് അങ്ങ് ആ വഴി അങ്ങ് നടന്നു പോയി. ഞങ്ങൾ അതും നോക്കി കുറച്ചു നേരം നിന്നു. ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി തുടങ്ങി ഞങ്ങളുടെ വഴിയിലേക്ക്. കുട്ടികളുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ സ്ഥലവും വഴികളും ഒക്കെയാണ് നമ്മൾ റൊമാൻറ്റിക് വേ അല്ലെങ്കിൽ റൊമാൻറ്റിക് ട്രയൽ എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ജുങ്ഫ്രോ ഏരിയയിലെ ഒരു ട്രയൽ. നമ്മുടെ ഡ്രസ്സ് അത്ര ട്രക്കിങ്ങിന് പറ്റിയ ഡ്രസ്സൊന്നും ആയിരുന്നില്ല കേട്ടോ. മൊത്തം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മൾ 2 മണിക്കൂറിൻ്റെ ഒരു കുഞ്ഞ് ട്രക്കാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഹൈക്കാണെന്നാണ് വിചാരിച്ചാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവത്തിലേക്കാണ് നമ്മൾ പെടാൻ പോണേന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ വേണ്ട ഭക്ഷണം പിന്നെ റെയിൻ കോട്ട് അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ 2 കൽപ്പിച്ചങ്ങ് നടന്നു തുടങ്ങി. ഈ നടപ്പ് ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഒരു മനുഷ്യജീവിയെ പോലും പുറകിലോ മുമ്പിലോ കാണാത്ത ഏകദേശം 6 മണിക്കൂറോളം നീണ്ടു നിന്നൊരു നടപ്പിനാണ് നമ്മൾ തുടക്കം കിട്ടിയത്. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് മനസ്സിലായില്ല. ഇവിടെ ഈ കണ്ട ഇതുപോലെ ഒരു കെട്ടിടം കണ്ടില്ലേ, അവിടെ ഇരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിച്ചു കേട്ടോ. 12 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ. നമ്മൾ അവിടെ ഇരുന്ന് ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീമുകളൊക്കെ ഒഴുകി വരുന്നതിൻ്റെ
നല്ല ഭംഗിയുള്ള സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ, കളകളാരവങ്ങളൊക്കെ കേൾക്കാം. പിന്നെ അതൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. തണുപ്പ് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. മഴ പെയ്യുമോ ഇല്ലയോ എന്നിങ്ങനെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. നമുക്ക് ആരാ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഇതാണ് ഈഗർ പർവ്വതം. അത് കണ്ടു കഴിഞ്ഞാൽ കൈലാസം പോലെ തോന്നുന്നില്ലേ? ഞങ്ങൾക്കും അതേ ഫീലിംഗ് അവിടെ വെച്ചുണ്ടായി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പല ഗൂസ് ബംപ് മൊമെൻറ്റ്സ് തന്ന ഞങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു പ്രത്യേക ഒരു മാറ്റിമറിച്ച യാത്രയായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രയലായിരുന്നു എന്ന് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്കിതൊരു തീർത്ഥാടനം പോലെയായിരുന്നു. ഞങ്ങളൊരു ട്രിപ്പിന് വന്നാണെന്ന് ഞങ്ങൾ മറന്നുപോയി. ആ മല കണ്ടുകൊണ്ട്, ആ കാണുന്ന മൗണ്ടൻ കണ്ടുകൊണ്ടാണ് അടുത്ത 6 മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഈ കണ്ട പൂവിനെ ഗ്ലോബ് എന്നാണ് കേട്ടോ വിളിക്കുക. അത് അതിൻ്റെ മൊട്ട ഇങ്ങനെ ഗ്ലോബ് പോലെ ഇരിക്കുക, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് വിരിഞ്ഞുള്ളത് ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ. നല്ല വലിയ പൂവായിട്ടത് വിരിഞ്ഞു നിൽക്കും. എല്ലാ പർവ്വതങ്ങൾക്കും നമ്മളിങ്ങനെ പ്രത്യേകിച്ച് വലിയ പർവ്വത നിരകളിലേക്കൊക്കെ നോക്കും, അവയ്ക്കിങ്ങനെ ജീവനുള്ളതുപോലെ നമുക്കിങ്ങനെ തോന്നും. അതായത് മുകളിൽ നിന്നിട്ട് ഒരു വലിയ എന്തോ ഒരു സൂപ്പർ പവർ. നമ്മളെങ്ങനെ നോക്കി വാച്ച് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് വരും. അതെ, നമ്മുടെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ജോൺ മറ്റേ എനിക്ക് വേറെ എവിടെയോ കുറെ ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈഗറിനെ പറ്റി പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഈഗറിന് ഒരു നോർത്ത് ഫേസ് ഉണ്ട്. നോർത്ത് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കുത്തനെയുള്ള ഫേസ്. അതായത് അവിടെ ആളുകൾക്ക് ചുമ്മാ നടന്ന് കയറി പോകാൻ പറ്റില്ല. നമുക്ക് ലാഡറും റോപ്പും ഒക്കെ ഉപയോഗിച്ച് വേണം കയറി പോകാൻ എന്നർത്ഥം. ആ ഭാഗത്ത് കൂടെയുള്ള ഒരു ട്രയൽ ഉണ്ട്, നോർത്ത് ഫേസ് കവർ ചെയ്ത് പോകുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ഈഗർ ട്രയൽ. ലോകത്തിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഹൈക്കിംഗ് അല്ലെങ്കിൽ ട്രക്കിംഗ് റൂട്ടാണ് അത്ര ഈഗർ ട്രയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ നോർത്ത് ഫേസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഉണ്ടല്ലോ ഒരു വടക്കുന്നാഥെന്ന്. ഏതായാലും നമ്മൾ ആ നോർത്ത് ഫേസിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ തവണയും ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് അറിയാനായിട്ട്. ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ വന്നത് എവിടെ നിന്നാന്ന്. കാരണം വളഞ്ഞു പോയി ഒരുപാട്. ഇവിടെ ആ ഗ്ലോബ് പൂവ് പിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, അത് ഉണ്ട പോലെ നിൽക്കുമ്പോൾ ഗ്ലോബായിട്ടും പിന്നെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിന് ഒരു പിടിയില്ല, വേറൊരു പൂവായിട്ടാണ് തോന്നുക. ഈ മൊമെൻ്റൊക്കെ എനിക്ക് നമ്മൾ ഹിമാലയത്തിൽ ദേവദർശിനി ദേവ്ദേഖ്നി എന്നൊക്കെ പറയില്ലേ, അതായത് ആദ്യമായിട്ട് മഞ്ഞുമല കാണാമെന്ന്. നമ്മളൊരു കുന്ന് കയറി വരുമ്പോഴേക്കും പിന്നെ നമ്മൾ മഞ്ഞുമലയുടെ പ്രപഞ്ചത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ആ ഭാഗം ശരിക്കും കൈലാസം പോലെ ഇല്ലേ, അതാണ് നോർത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഈ ട്രയല് മാൻലിച്ചനിൽ നിന്ന് ക്ലെൻ ഷെഡിഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ മാൻലിച്ചനിൽ നിന്ന് അങ്ങനെ നമ്മളിതാ വേറൊരു ഫേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ നമ്മൾ നടന്നു കഴിഞ്ഞു. കുറച്ച് കാലാവസ്ഥയും പ്രകൃതിയൊക്കെ മാറി വേറൊരു ടൈപ്പ് ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് നോക്കിയാൽ പൈൻ മരങ്ങൾ കാണാം, പക്ഷെ അങ്ങോട്ടേക്ക് നമ്മൾ എത്ര നടന്നിട്ടും എത്തുന്നില്ല കേട്ടോ. നമ്മളിനി കുറച്ച് കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോണേന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കാറ്റായിരുന്നു. തൊപ്പിയെല്ലാം പറന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു അത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മരങ്ങളുടെ ശവപ്പറമ്പ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമൊക്കെ എത്തിയിട്ടോ. നിറച്ച് പൈൻ മരങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. മരങ്ങൾ മാത്രം ഇങ്ങനെ വേര് മാത്രമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചതപ്പോൾ നമ്മൾ സമതലം എത്തിയത്. ഇത് പൂക്കളുടെ താഴ്വര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഈഗർ പർവ്വതത്തിൻ്റെ താഴെ പൂക്കളുടെ ഒരു താഴ്വര. ഞാൻ എൻ്റെ ജന്മത്തിൽ ഇതുപോലത്തെ ഒരു കാഴ്ച കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവിടെ വന്നിട്ട് എനിക്ക് കരച്ചിൽ വരെ വന്നു അത് കണ്ടിട്ട്. അവിടെ നിന്ന് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമായിരുന്നു. പിന്നെ മുമ്പോട്ട് പോകാതെ പറ്റില്ലല്ലോ. പിന്നെയും ഞങ്ങളിതാ മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. ഇനി ഒരു പ്രശ്നമുണ്ട്, ഇനി കുറച്ച് കയറ്റാണ്. കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ദൂരെ മുകളിൽ ക്ലൈൻ ഷെഡിക്ക് കാണാം. കയറ്റം ഭയങ്കര കയറ്റമൊന്നും അല്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. 1 മണിക്കൂർ കയറിയിട്ട് തീരുന്നില്ല.
അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കുത്തനെയുള്ള കയറ്റം വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ മൂക്ക് മുട്ടെന്ന് തോന്നുന്ന പോലത്തെ കയറ്റത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. ഞാൻ വിചാരിച്ചു ഭഗവാനെ എന്നെ ഹെലികോപ്റ്റർ എങ്ങാനും വന്ന് കൊണ്ടുപോകേണ്ടി വരുമോ, എങ്ങനെയെങ്കിലും ഒന്ന് മുകളിൽ എത്തണമല്ലോ, ഇതാ കാണുന്ന കെട്ടിടം വരെ എത്തണം. പക്ഷെ നല്ലൊരു ക്ലൈംബിംഗ് ആയിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ഉണ്ടായ ആരോഗ്യം ഉണ്ടായില്ല. വീണ്ടും ഒരു മണിക്കൂർ എടുത്ത് ഞങ്ങളിത് ക്ലൈൻ ഷെഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നേരെ മുമ്പിൽ തന്നെ നമുക്ക് ജുങ്ഫ്ലു റീജിയൻ കാണാമെന്നുള്ളതാണ്. ഇവിടെ ശരിക്ക് നമുക്കൊരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ഈ ട്രെയിനിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതായി കാണുന്ന തൊട്ടടുത്ത് നമുക്ക് ആ ജുങ്ഫ്ലു റീജിയനിലെ മലകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഓൾറെഡി ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതായി TT ആണ് കേട്ടോ നമുക്ക് നമ്മളെ എൻലൈറ്റൻ ചെയ്തത്. നമുക്ക് ഇവിടെ വെച്ചാണ് ബോധോദയം ഉണ്ടായത്. കുട്ടികൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആണെന്നുള്ളത്. അവർക്ക് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തേക്ക് അവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ് എന്നുള്ള കാര്യം ഇവരാണ് പറഞ്ഞു തന്നത്. ഇവർ പറഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ കൗണ്ടറിൽ പോയപ്പോൾ നമുക്ക് പൈസ അവർ തിരിച്ചു തരുകയും ചെയ്തത്. പക്ഷേ എന്തായാലും ട്രെയിൻ പോകാൻ നേരം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ കുറച്ചും കൂടെ ഒന്ന് പോയിട്ട് ഇതാ നിങ്ങൾ ആ മലനിരകൾ കാണുന്നില്ലേ പുറകിൽ, അതിനൊന്ന് അടുത്ത് കാണണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഏതായാലും നമുക്കിനി ഇന്നത്തെ ദിവസവും കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്ത് നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോവാണ് ഡയറക്റ്റ്. ഒരു ദിവസം മുഴുവൻ നടന്നുല്ലോ. വൈകുന്നേരം 6-7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ ബൈ.